നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഈ റീഡിങ്സ് കാണുന്ന മുമ്പ് നിങ്ങളൊരു ലൈക്ക് ചെയ്ത് ഈ ഒരു റീഡിങ്സിനെ കണക്ട് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. എന്തെങ്കിലും ഒരു താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളൊരു എനർജിയെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ പ്രസൻസ് ഈ റീഡിങ്സിൽ കണക്റ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്കത് റെസനേറ്റ് ആവാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിലെ ഓരോ എനർജികളും കണക്റ്റഡ് ആവാനും നിങ്ങൾക്ക് കറക്റ്റാകുന്നൊരു പോസിറ്റീവ് മാർഗ്ഗനിർദ്ദേശം ലഭിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യണം. നിങ്ങളുടെ പ്രസൻസ് തീർച്ചയായിട്ടും റീഡിങ്സിൽ വേണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം കൂടാതെ തന്നെ മാനിഫെസ്റ്റേഷൻ എനർജിയോട് കൂടിയാണ് തരുന്നത്. നിങ്ങളും അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കണം. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തോട്ട്സാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളിലേക്ക് മാനിഫെസ്റ്റേഷൻ ആവുന്നത്. നമ്മളിപ്പം മറ്റൊരാളെ ശത്രുവായിട്ട് നമ്മൾ വളരെ ശക്തമായിട്ട് ചിന്തിച്ചാൽ അത് നമ്മളിലേക്കാണ് കണക്റ്റഡ് ആവുന്നത്. അതിൻ്റെ എനർജി നമ്മളെയാണ് ദോഷകരമായിട്ട് ബാധിക്കുന്നത്. അപ്പം എത്ര വലിയ മോശമായിട്ട് നമുക്കൊരു സിറ്റുവേഷൻസിനെ തോന്നിയാലും ഒരു നിമിഷം അതിൻ്റെ മറ്റൊരു സൈഡോടി ചിന്തിച്ച് അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണാനും വളരെയധികം പൂർണ്ണതയോടുകൂടി ആ ഒരു സിറ്റുവേഷൻസിനെ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താനും ശ്രമിക്കണം കേട്ടോ. പിന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് നമുക്കിന്ന് റീഡിങ്സിൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ കമാൻഡിങ് പവറിലേക്ക് പോകാനാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങളൊരു കമാൻഡിങ് എനർജിയിലേക്ക് വരിക. നിങ്ങളൊരു കമാൻഡിങ് പവറിനോടൊപ്പം തന്നെ നിങ്ങളിൽ ഉണ്ടാവണം ഒരു ഇമോഷണൽ എനർജിയും ഒരു ഇമോഷണൽ ബാലൻസ്. അതായത് സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനുമുള്ളൊരു മാനസികാവസ്ഥ കൂടി നിങ്ങളുടെ ഒരു കമാൻഡിങ് എനർജിയിൽ കണക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ പോസിറ്റീവാണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങളൊരു ക്യൂൻ എനർജിയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലുള്ള വ്യക്തിയാണ്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആ ഒരു എനർജീനെ, ഈ വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് വാൻസ് എന്ന എനർജീനെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കണമെന്നാണ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ് എനർജി, പ്രോഗ്രസ്, അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാഷൻ എനർജിയിലേക്ക് നിങ്ങളെ ഉയർത്തപ്പെടുന്ന സമയമാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി, നിങ്ങൾക്കൊരു ഈ പറഞ്ഞതുപോലെ ഒരു കമാൻഡിങ് എനർജിയിൽ ശോഭിക്കാൻ പറ്റും. പല കാര്യങ്ങളിലും ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റും. ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തീരുമാനമെടുക്കാൻ പറ്റും. അതൊരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്തായിരിക്കാം, ഫ്യൂച്ചറിനെ ബേസ് ചെയ്തായിരിക്കാം, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സോ തൊഴിലോ പരമാകുന്ന കാര്യങ്ങളുടെ പ്രോഗ്രസ്സിനെ ബേസ് ചെയ്തായിരിക്കാം ഇന്നൊരു ഗുഡ് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളൊരു എനർജിയാണ് നമുക്ക് ഡിവൈൻ തന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു കമാൻഡിങ് എനർജിയിൽ ഇന്ന് നിങ്ങൾ നിൽക്കപ്പെടണം എന്ന് തന്നെയാണ് കാണുന്നത്. അത് ഫെമിനിയൻ ആയിക്കോട്ടെ മസ്കുലൻ ആയിക്കോട്ടെ. ഒരു ഫെമിനിയൻ എനർജി ഓവറായിട്ട് അതിനെ ഒരു മസ്കുലൻ എനർജിയിലാണേലും ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ഇവിടെ കണക്റ്റഡ് ആകുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ മസ്കുലൻ ആണ് എന്ന് പറഞ്ഞിട്ട് ലെവലിൽ കൂടുതലും കണക്റ്റഡ് ആകുന്ന ഫെമിനിയൻ എനർജി ആയിരിക്കും. അതിൻ്റെ ആയിരിക്കാം ആ ഒരു എനർജി നിൽക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു മദർഹുഡ് എനർജിയുടെ പ്രസൻസ്, ഒരു വാത്സല്യം, എല്ലാത്തിനോടും ഒരു എത്രത്തോളം പവർഫുള്ളായിട്ട് നിങ്ങൾ നിന്നാലും പെട്ടെന്ന് നിങ്ങൾ ഇമോഷണലി വളരെയധികം ഒരു പോസിറ്റിവിറ്റിയിലേക്ക് മാറും. എത്ര ദേഷ്യത്തിൽ നിന്നാലും, അതും ഫെമിനിയൻ മസ്കുലൻ എനർജിയിലുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് ശാന്തമാകും, പെട്ടെന്ന് ദേഷ്യപ്പെടും. ആ ഒരു എനർജിയിലുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത്. അതുപോലെ കരിയർ പാതയിൽ കുറച്ച് പേര് ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ ലൈഫിലുള്ള വിജയമായിരിക്കാം നിങ്ങൾക്കൊരു ചെറിയ ഒരു നെഗറ്റിവിറ്റി, അതായത് മറ്റാരുടെയോ ഒരു അസൂയയായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ കൺട്രോളിങ് ചെയ്യണം. ഓവർ തിങ്കിങ് എനർജി നിങ്ങൾക്ക് തന്നെ ഒരു നെഗറ്റീവ് ബൗണ്ടറി തീർക്കപ്പെടുന്നുണ്ടെന്ന് കാണുന്നുണ്ട്.
കരിയർ പാതയിൽ നല്ലൊരു ഉയർച്ചയിലേക്കും നല്ലൊരു എക്സ്പീരിയൻസിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കരിയർ എനർജിയെ സെലക്ട് ചെയ്യുന്നവർ, നിങ്ങൾ കരിയറിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു ജോബ് മാറി മറ്റൊരു ജോബിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റെബിലിറ്റിയോട് കൂടി ഒരു ജോബ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള, അതായത് നിങ്ങൾ പരാജയപ്പെടില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല എന്നുള്ള ഒരു എനർജീനെ ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ കണ്ടെത്തുക എന്നാണ് പറയുന്നത്. അതുപോലെ സ്ട്രെങ്ത് എനർജി വന്നിട്ടുണ്ട് കേട്ടോ. സ്ട്രെങ്ത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ എപ്പോഴും അടിമപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പോസിറ്റിവിറ്റി ലഭിക്കുന്നു, നിങ്ങളുടെ പ്രസൻസിൽ മറ്റുള്ളവർ പോസിറ്റീവ് അനുഭവിക്കുന്നു. അതുപോലെ മറ്റുള്ളവർ നിങ്ങളെ ഓവർ കൺട്രോളിങ് ചെയ്യുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് എങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി എനർജീനെ നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തെ കൊണ്ടുവന്നെത്തിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സ്ട്രെങ്താണ് വന്നിരിക്കുന്നത്. എവിടെയൊക്കെയാണോ നിങ്ങൾക്കൊരു പതർച്ചയുള്ളത്, ഒരു താഴ്ച തോന്നിക്കുന്നത്, അവിടെ നിന്നെല്ലാം നിങ്ങൾക്കൊരു ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചൊരു ഇമോഷണൽ ബൗണ്ടറി എനർജിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ഹാപ്പിനെസ് ഇന്നത്തെ ദിവസം കിട്ടുന്നുണ്ട്. ഒരുപാട് വ്യക്തികളിൽ നിന്ന് ഒരു കോള്, മെസ്സേജ്, അതുപോലെ തന്നെ വളരെ സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ്, വളരെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു അഭിമാനം തോന്നിക്കുന്ന ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഇന്നത്തെ ദിവസം കുറേ ആളുകളുടെ എനർജിയിൽ, അത് ഫാമിലിയെ ബേസ് ചെയ്താവാം, നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണോ കണക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യങ്ങളെ ബേസ് ചെയ്താവാം, നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ് തോന്നിക്കുന്ന, നിങ്ങളോട് ചുറ്റുമുള്ളവരുടെ എല്ലാം സ്നേഹത്തിന് പാത്രമാകാൻ സാധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ദ ഹയറോഫൻ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് പുതിയത് എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കാനിറങ്ങുന്ന, നിങ്ങൾക്ക് എന്തൊക്കെയോ അറിവുകളെക്കുറിച്ചാവാം, ജീവിതത്തിൽ മറ്റെന്തെങ്കിലും ലീഗൽപരമാകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്താവാം ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം തുടങ്ങി വെക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. എന്താണേലും അതിനുവേണ്ടി നിങ്ങൾ നല്ലൊരു അഡ്വൈസറെ തേടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്തുന്നുണ്ടെന്നാണ് കാണുന്നത്. ചിലപ്പോൾ പുതിയ എന്തെങ്കിലും സ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കാം, ഇന്ന കാര്യം പഠിക്കണം, അതിനെക്കുറിച്ച് ആഴത്തിൽ അറിയണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ഗുരുവിനെ തേടുന്നുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിനനുയോജ്യമായതും മനസ്സിന് സംതൃപ്തി കിട്ടുന്നതുമായ ഒരു വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കുന്നതായിട്ട്, അതല്ലെങ്കിൽ നല്ലൊരു ഗൈഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ക്ലിയറൻസ്, ഒരു ഡാർക്ക് എനർജിയിലോ ഒരു ബ്ലൈൻഡ് എനർജിയിലൊക്കെ നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഇന്ന് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങൾ കൊണ്ട് നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതും ഒരു നല്ല ഗുഡ് ന്യൂസ് എനർജിയാണ്. ഈ പറഞ്ഞതുപോലെ പുതിയ ഒരു ചുവടുവെപ്പിൻ്റെ സമയമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതൊരു അബണ്ടൻസിലേക്കാണ് കേട്ടോ. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ പുതിയ ഒരു സാഹചര്യം ഇന്ന് തുടങ്ങുന്നത്, അത് നിങ്ങളെ ഒരു അബണ്ടൻസ് എനർജിയിൽ, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക്, സാമ്പത്തികം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു ഒരു കുറവില്ലാത്ത വിധം നിങ്ങളെ ഉയർത്തി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ആളുകൾ ശ്രദ്ധിക്കണം. 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിൽ സാമ്പത്തികം വന്നു ചേരുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട്. ഫിനാൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കത് ഉചിതമാകുന്ന രീതിയിൽ, പോസിറ്റീവ് ആകുന്ന രീതിയിൽ ഉപയോഗ്യമാക്കി എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളോടൊപ്പം നിൽക്കുന്ന എനർജികളുടെ പ്രസൻസ് ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എനർജിയുടെ പ്രസൻസ് ആവാം. നിങ്ങൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ് ആണെങ്കിൽ ആ എനർജിയുടെ പ്രസൻസ് കൊണ്ടാവാം നിങ്ങൾക്ക് വരുന്ന സാമ്പത്തികപരമാകുന്ന ആ ഒരു എനർജീനെ നിങ്ങൾക്ക് ഉപയോഗ്യമാക്കാൻ പറ്റുന്നില്ല. അത് വരുന്നുണ്ടെങ്കിലും അതൊരു സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക്. അതായത് നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്കത് പ്രയോജനകരമാക്കാൻ പറ്റുന്നില്ല. കാരണം ആവശ്യമില്ലാത്ത ചില ഗൈഡൻസുകൾ നിങ്ങൾ തേടുന്നു, ആവശ്യമില്ലാത്ത ചില വ്യക്തിബന്ധങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത്.
ഈ സാമ്പത്തികം നിങ്ങളിൽ സ്റ്റക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കൊരു ഡാർക്ക്നെസ്സാണ്. ഫ്യൂച്ചർ എന്താകും, എങ്ങനെ പോകും എന്നൊന്നും നിങ്ങൾക്ക് ഉറപ്പില്ല. നിങ്ങളിപ്പോഴും മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു, മറ്റാരേക്കും ആശ്രയിച്ച് നിൽക്കുന്നു. നിങ്ങൾക്ക് സാധിക്കുന്നു, നിങ്ങളിലേക്ക് വരുന്നു. അപ്പം സാമ്പത്തികം എന്നത് വരുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാത്ത വിധം സ്റ്റക്കാവുന്നു. അതിന് കാരണം മറ്റു ചില വ്യക്തികളുടെ എനർജി ഒന്നെങ്കിൽ നിങ്ങളെ ഇമോഷണലി സ്റ്റക്കാക്കി നിർത്തിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഗൈഡൻസ്, നിങ്ങളെ വഴി തെറ്റിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളെ മാർഗം മാറ്റിവിടുന്ന രീതിയിലുള്ള ചില ഗൈഡൻസ് നിങ്ങളിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇവിടെ നിങ്ങൾ സെൽഫിഷ് എനർജിയിൽ വരാനാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു സ്കിൽസ്, നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങളിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുക, നിങ്ങളുടെ സക്സസ് നിങ്ങളുടേത് മാത്രമാക്കി നിങ്ങൾ വിജയം കൈവരിക്കുക എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. അതുപോലൊരു മാനിഫെസ്റ്റിംഗ് പവർ എനർജി ഉള്ള വ്യക്തിയാണ് നിങ്ങൾ. കാരണം നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്. നിങ്ങൾ പുറമേ ഒരു എത്രത്തോളം ഊർജ്ജസ്വലമാണെങ്കിലും, എത്രത്തോളം പിന്നെ ഏത് രീതിയിലുള്ള ക്യാരക്ടർ എനർജിയിലുള്ള വ്യക്തിയാണെങ്കിലും, നിങ്ങളുടെ മനസ്സിൻ്റെയും നിങ്ങളുടെ സോളിൻ്റെയും ശുദ്ധി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മാനിഫെസ്റ്റിംഗ് പവർ എനർജി നൽകുന്നു എന്നാണ് കാണുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെൽഫായിട്ട് നിന്ന് നിങ്ങളിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ നിൽക്കാതെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കൂ എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് കേട്ടോ. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ജോലി സംബന്ധമായിട്ടാണെങ്കിലും ഫിനാൻഷ്യൽ പരമായിട്ടാണെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നൊരു കോളോ മെസ്സേജോ അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസോ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നാലും സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓപ്പണിംഗ് ആയാലും നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് എനർജി വരുന്നുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ലഭ്യമാകുന്നതിൻ്റെ ഫലമായിട്ടാവാം, അത് അവൈലബിൾ ആയതുകൊണ്ടാവാം നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് എനർജി വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടേ എന്നുള്ളൊരു അന്താളിപ്പിൽ നിങ്ങൾ നിൽക്കേണ്ടി വരുന്ന കുറച്ച് ആളുകളുടെ എനർജി കാണുന്നുണ്ട്. ജോബ് ബേസിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എന്ത് കാര്യത്തെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വരുന്ന, നിങ്ങൾ കാത്തിരുന്ന് വെയിറ്റിംഗ് ചെയ്തിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിൽ നിന്നും ഇമോഷണലി ആരെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നിങ്ങൾക്കൊരു വ്യക്തിയുടെ മിസ്സിങ് ഫീലിങ്സ് ഉണ്ട് എങ്കിൽ ആ സിറ്റുവേഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾക്കത് തിരിച്ച് ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രഷ്യസ് ആയൊരു സിറ്റുവേഷൻസ് ആയിരിക്കാം. നിങ്ങൾ അറിയാതെ, നിങ്ങളോട് പറയാതെ നിങ്ങളിൽ നിന്നും ഒരു മിസ്സിങ് എനർജിയിലായിപ്പോയ, നിങ്ങൾ തേടിക്കൊണ്ടിരുന്ന ഒരു ഇമോഷണൽ സിറ്റുവേഷൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കപ്പെടുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ട്രാവലിംഗ് എനർജി വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കമാൻഡിങ് എനർജിയിലൂടെ, നിങ്ങളുടെ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ഫാമിലി ലൈഫിലോ നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ചില വ്യക്തിബന്ധങ്ങളോടൊപ്പമോ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ട്രാവലിംഗ് എനർജി വന്നു ചേരുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു മദർ വിസിറ്റിംഗ് എനർജിയും ആവാം കേട്ടോ. നിങ്ങളുടെ ഒരു അമ്മയെ കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ അമ്മയുമായിട്ടൊത്തുള്ള ഒരു എനർജി, ഒരു മദർ എനർജിയെ ബേസ് ചെയ്തുള്ള ഒരു ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. അതിനകത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കതൊരു ഹാപ്പിനെസ് അല്ലെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു അബണ്ടൻസ്, ഒരു പോസിറ്റിവിറ്റി ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇന്ന് ചില സിറ്റുവേഷൻസുകളിൽ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് വെയിറ്റിംഗ് ചെയ്ത ചില സാഹചര്യങ്ങളിൽ ഇന്ന് നിങ്ങൾക്കൊരു വിന്നർ എനർജി വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ കാത്തു വെച്ചിരുന്ന ചില, അതെനിക്ക് തോന്നുന്നൊരു ലോങ് ടൈം
സക്സസ് എനർജിയെ ബേസ് ചെയ്താവാം. അതല്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് കണക്കുകൂട്ടി വെച്ചിരുന്ന, നിങ്ങൾക്ക് നഷ്ടപ്പെടും അതല്ലെങ്കിൽ അതെങ്ങനെ നേടിയെടുക്കുമെന്നൊക്കെ ചിന്തിച്ച്, സാമ്പത്തികമാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ബേസ് ചെയ്തുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആവാം. നിങ്ങൾ മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് ഇന്നൊരു ഫൈറ്റിങ്ങും അതിൽ നിന്നും ഒരു വിന്നർ എനർജിയും സക്സസ്സും നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു അതൊരു സെൽഫ് ലവ് എനർജിയെ ബേസ് ചെയ്താണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാൻ സാധിക്കുന്നത്, മറ്റാരുടെയൊക്കെ ഒരു ചൂഷണത്തിന് നിങ്ങൾ വിധേയമായി പെട്ടുകൊണ്ടിരുന്ന വ്യക്തികളാവാം. മറ്റുള്ളവർ നിങ്ങളെ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുകയും നിങ്ങളെ മറ്റുള്ളവരുടെ വരുതിക്ക് നിർത്തുകയും അതെല്ലാം നിങ്ങളിങ്ങനെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നിങ്ങൾ അതിനുള്ള മറുപടി പറയുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസുമായിട്ടൊരു ഫൈറ്റിംഗ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫൈറ്റിംഗ് അവസാനിപ്പിച്ച് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുപോവുകയോ ചെയ്യുന്നതാവാം. ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകുന്നുണ്ട് ഇന്നത്തെ ദിവസം. ആ ചേഞ്ച് ആകുന്നത് നിങ്ങളുടെ വിജയമാണ് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതെന്നാണ് കാണുന്നത്. ദ മൂൺ എനർജിയുടെ പ്രസൻസ് കുറച്ച് ആളുകളിൽ വരുന്നുണ്ട്. പാസ്റ്റിലെ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ, പാസ്റ്റുമായിട്ട് കണക്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓക്കെ അല്ല. അത് നിങ്ങളൊരു ട്രാപ്പ്ഡ് എനർജിയിലേക്കാണ് പോകുന്നത്. ഇമോഷണൽ പരമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറേ കാലം കൊണ്ട് ഫോക്കസ് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻ, പാസ്റ്റിലുള്ള ഒരു സാഹചര്യം, അത് നിങ്ങളൊരു സക്സസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം സാഫല്യമായിട്ടോ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നൊരു കാര്യത്തെയാണ് കണക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ സൂക്ഷിക്കണം. അതിനകത്ത് അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതൊരു മാനിഫെസ്റ്റേഷൻ്റെ ഫലമായിട്ട് ലൈഫിലേക്ക് വന്നു ചേരുന്നതാണ് കേട്ടോ. നിങ്ങൾ തന്നെ മാനിഫെസ്റ്റിംഗ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ്. അത് ചിലപ്പോൾ ഈ സാമ്പത്തികപരമായിട്ടാവാം, ഇമോഷണൽ പരമാകുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസുകളാവാം. അത് നിങ്ങൾക്കതൊരു ഹാപ്പിനെസ് അല്ല കേട്ടോ. മൂൺ എനർജിയാണ്, ഇല്യൂഷനാണ്, ഭയപ്പെടുത്തുന്ന ആൻസൈറ്റി എനർജിയിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റുന്നതാണ്. ശത്രുവും മിത്രവും എല്ലാം മിക്സ് ചെയ്ത് നിൽക്കുന്ന ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിൽ എത്തിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്നതാണ് എന്നതാണ് നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ തിങ്കിങ്. നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുക, നിങ്ങളുടെ ഒരു പാഷൻ, ഒരു ആഗ്രഹം, അതിന് പറ്റിയൊരു കറക്റ്റ് ടൈമാണ് ഈ ഒരു സിറ്റുവേഷൻസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ചീറ്റിംഗ് എനർജിയാണ് കേട്ടോ. പാസ്റ്റിൽ നിന്നുള്ള ഒരു സാഹചര്യം എന്തായിക്കോട്ടെ, അത് സാമ്പത്തികപരമായിക്കോട്ടെ, നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു മാനിഫെസ്റ്റിംഗ് ചെയ്തിരുന്ന ഒരു ഇമോഷണൽ ബന്ധമായിക്കോട്ടെ, എന്താണെങ്കിലും നമുക്കതിനെ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ഒരു പാഷനായിരിക്കാം, നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആവുന്നതായിരിക്കാം. പക്ഷേ അതിനകത്ത് വന്നിരിക്കുന്നത് ഒരു മിഥ്യാ എനർജിയുടെ, ഒരു മായാവലയത്തിൻ്റെ, ചതിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നെങ്കിൽ ഒരു പാർട്ട്ണർ എനർജിയുടെ പ്രസൻസും ആവാം കേട്ടോ. പാസ്റ്റിലെ ഒരു വ്യക്തിയുടെ എനർജിയുടെ പ്രസൻസ് ആവാം. നിങ്ങളും തേടിക്കൊണ്ടിരുന്നതായിരിക്കാം. നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ന രീതിയിൽ നിങ്ങളും തേടിക്കൊണ്ടിരുന്ന ഒരു കാര്യമാവാം. പക്ഷെ അത് നിങ്ങൾക്ക് നല്ലതല്ല. നിങ്ങൾക്കുടെ ലൈഫിലേക്ക് അത് കണക്റ്റഡ് ആക്കരുത് എന്നാണ് ഏഞ്ചൽസ് ഡിവൈൻ നമ്മളോട് പറയുന്നത് കേട്ടോ. ഏഞ്ചൽസ് നമ്മളോട് പറയുന്നത് ഹെൽപ്പ്ഫുൾ പീപ്പിൾ എന്നാണ് കേട്ടോ. സഹായകരമാകുന്ന ആളുകളെ, നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് നേരിടുന്നുണ്ട്, നിങ്ങളൊരു സ്ട്രെസ് എനർജിയിലാണ്, ഒരു റിലാക്സേഷൻ വേണം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനെങ്കിൽ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാത്ത വിധം ഒരു ബാഡ് സിറ്റുവേഷൻസിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, ഒന്നിലധികം പ്രശ്നങ്ങളെ നിങ്ങൾ പേടിക്കുന്നുണ്ട്, ആരൊക്കെയോ നിങ്ങളെ വാച്ചിങ് ചെയ്യുന്നു, നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന പല സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ളൊരു ഭയം നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് പറയുന്നത് നിങ്ങളൊരു ഹെൽപ്പ്ഫുൾ ആവുന്ന, നിങ്ങളെ സഹായിക്കുമെന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളത് ഡിസ്കഷൻ നടത്തണം. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുത്തണമെന്നും നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ പ്രശ്നത്തെ നിങ്ങൾ ഒളിച്ചു വെക്കരുത്.
ആരോടെങ്കിലും ഷെയറിങ് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നാണ് പറയുന്നത്. അൺലൈക്കലി എന്ന് പറയുന്നുണ്ട് കേട്ടോ, അസാധ്യമായത്. ബിസിനസ് പരമായിട്ടോ ലീഗൽ പരമായിട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പുതിയത് തുടങ്ങാനായിട്ടോ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകളുടെ എനർജിയിൽ അത് അൺലൈക്കലിയാണ് വന്നിരിക്കുന്നത്, അസാധ്യമെന്നാണ് കാണുന്നത്. അപ്പോൾ നല്ലൊരു ഗൈഡൻസ് തേടിയതിന് ശേഷം മാത്രമാണ് പുതിയതായിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾ ഇറങ്ങിത്തിരിക്കാവുള്ളൂ. നിങ്ങളുടെ സമയവും സന്ദർഭവും നിങ്ങൾക്ക് പറ്റുന്ന ഒരു മേഖലയാണോ എന്നും നിങ്ങൾ ഇതിനിറങ്ങി തിരിച്ചാൽ സക്സസ് ആവുമോ എന്നും ഇത് പാസ്റ്റും പ്രസൻറ്റിൽ കർമ്മകളുണ്ടോ എന്നും എല്ലാം ക്ലാരിറ്റി വരുത്തിയിട്ട് മാത്രമേ ഒരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാവുള്ളൂ കേട്ടോ. ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ്. അപ്പം ഇതിനേക്കാളും മെച്ചമുള്ള ഒരു സമയമുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഡെത്തായി പോയിട്ട് നിങ്ങൾക്ക് തിരിച്ചു വേണം, അതായത് എൻഡായി പോയൊരു കാര്യത്തെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണമെന്ന് ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരു നെഗറ്റീവ് സിറ്റുവേഷൻസിനെയാണ് കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ നിന്നും വിട്ടുപോയ അല്ലെങ്കിൽ എൻഡായി പോയ ആ ഒരു സിറ്റുവേഷൻസ് ഡിവൈനായിട്ട് എടുത്തു കളഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ആഗ്രഹിക്കൂ എങ്കിൽ അത് നെഗറ്റീവാണ്. അതിനേക്കാളും ബെറ്ററാകുന്ന മറ്റൊന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്ന് പറയുന്നുണ്ട് നമ്മളോട് ഏഞ്ചൽസ്. അതായത് നിങ്ങൾ നിരാശയോടുകൂടി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ചില ഇമോഷൻസിന്, ചില ബന്ധങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല, കൺഫ്യൂഷനുണ്ട്, ഭയമുണ്ട് എങ്കിൽ നിങ്ങളെ തേടി വരുന്ന റീയൂണിയൻ എനർജിയിലേക്ക് വരുന്ന ബന്ധങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉൾഭയമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്നാണ് കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതലൊന്ന് അറിയാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നാണ്.